സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫാമിലി ആയിട്ട് വരുന്നു. ഇവിടെ ക്രിസ്ത്യാനികളാണെങ്കിൽ പ്രധാനമായിട്ട് അവരുടെ കുട്ടികളെല്ലാം അല്ലെ ചർച്ച് അങ്ങനെ അതാണ് അവരുടെ ഒരു പ്രധാന സോഷ്യൽ ലൈഫ് പോലെ. അതോടൊപ്പം തന്നെ ഫാമിലി ഗ്യാതറിങ്സ്. ഈ ഫാമിലി ഗ്യാതറിങ്സ് എന്ന് പറയുന്ന ആരെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോൾ ഒരു ഗ്യാതറിങ്സ്. പിന്നെ ഇവിടെ കുറെ അസോസിയേഷൻ ഉണ്ട്. എവിടെ ചെന്നാലും നമ്മൾ അസോസിയേഷൻ ഉണ്ടാക്കും. മൂണി ചെന്നാലും നമ്മൾ അസോസിയേഷൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ അസോസിയേഷൻസിലുള്ള ഗ്യാതറിങ്സ്, പിന്നെ അപ്പം ഓണം ആയാലും ക്രിസ്മസ് ആയാലും എല്ലാത്തിനും ഒരു അസോസിയേഷൻ ഗ്യാതറിങ്സ് ഉണ്ട്. പിന്നെ ബർത്ത്ഡേയുടെ ഗ്യാതറിങ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കൂടുന്ന ഈ ഒരു സോഷ്യൽ ഗ്യാതറിങ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് പൊതുവെ സത്യം പറഞ്ഞാൽ ഇവിടെ സോഷ്യൽ ഗ്യാതറിങ്സ് വളരെ കുറവാണ്. പിന്നെ എനിക്കൊന്ന് സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന കുട്ടികൾ അവർ ഇവിടെ ഈ പബ്ബിലും ക്ലബിലും ഒക്കെ എന്തിനാണ് പെൺപിള്ളേരൊക്കെ വളയ്ക്കാൻ വളയ്ക്കാന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കും, പക്ഷെ ആരും വളയ്ക്കൂല. ആ ഒരു പ്രായത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ പബ്ബിലും ക്ലബിലും പോയി നിൽക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ വേറെ ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ഷൈനസ്, ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു കോൺഫിഡന്റ്